Watch full episodes on Jio Hotstar. നമ്മളെല്ലാരും ഇങ്ങോട്ട് എന്തിനാ ശിവ വന്നേ? ഈ കാണുന്നതെല്ലാം മുത്തശ്ശന്റെ സ്ഥലമാണ്. മുത്തശ്ശൻ പറഞ്ഞു ഈ സ്ഥലം കൈയടക്കി വെച്ചിരിക്കുവാണെന്ന്. അറിയോ? അതുകൊണ്ട് നോക്കാൻ വന്നതാണ് ഞാൻ. പക്ഷേ ഇവിടെ ഒറ്റ മനുഷ്യരെ പോലും കാണുന്നില്ലല്ലോ. അപ്പോ ആരായിരിക്കും ഇത് കൈയടക്കിയത്? എന്തിനാണ് ഇവിടെ വന്നത്? ഇവിടെ വരാൻ പാടില്ല. ഇതെന്റെ മുത്തശ്ശന്റെ സ്ഥലമാണ്. ഇവിടെ വരണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാ? ഭൂമിയുടെ കാര്യമൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. മര്യാദയ്ക്ക് സ്ഥലം വിടാൻ നോക്ക. ഈ സ്ഥലം മുഴുവനും ചിടിയാറാണിയുടേതാണ്. ഞങ്ങളാണ് അവരുടെ കാവൽക്കാർ, മനസ്സിലായോ? ചിടിയാറാണിയോ? അതാരാ? 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തിന്റെ റാണിയെ ഒരു മാന്ത്രികൻ വന്ന് പക്ഷിയാക്കി മാറ്റി. അറിയാമോ നിനക്ക്? ഇതുവരെയ്ക്കും അവരാണ് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥ. ഞങ്ങൾ എല്ലാവരും അവരുടെ കാത്തു സൂക്ഷിപ്പുകാരാണ്. എന്താ സംബന്ധം ഈ പറയുന്നത്? ഇതിലൊന്നും എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. കുട്ടേ, മര്യാദയ്ക്ക് ഇവിടെ സ്ഥലം വിടുന്നതാ നല്ലത്. പോയിക്കോ കേട്ടോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഓടിക്കോ 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 ഓടിക്കോ. ശിവ അല്ല, ഈ കിളി പറക്കുമ്പോഴേ താഴേക്ക് മുട്ടയിട്ടല്ലോ. അല്ല, ഇത് ബോംബാണ്. വേഗം രക്ഷപ്പെടൂ. എന്തുവാണ് ഒരു ചെറിയ പയ്യന്റെ അടുത്ത് നിന്ന് അടിമെടുത്തോണ്ട് വന്നിരിക്കുന്നത്? ആ പയ്യനെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടി എന്റെ ബേർഡിനെ പറഞ്ഞു വിടാനുള്ള ഗതികേടായല്ലോ. വെരി ഗുഡ്, വെരി വെരി ബാഡ്. ആ കുട്ടി നല്ലൊരു ഫൈറ്ററാ. ഞങ്ങളെ പോലെ എത്ര പേര് വന്നാലും അവന് നിസ്സാരാ. മിണ്ടാതിരിക്കടാ മണ്ട. നമ്മളിവിടെ കുറെ കാലായാലടാ ഡയമണ്ടിന്റെ പണി തുടങ്ങിയിട്ട്. ഒരു 4 മാസം കൂടി കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനായിരിക്കും ഇനി ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്. ആ ചെറുക്കൻ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി എന്റെ ചിടിയാറാണി അവനെ നോക്കിക്കോളും. അവന്റെ കഥ തീർത്തോളുന്നേ. നിങ്ങൾ വെക്കോ. വേഗം വരൂ, നമുക്ക് ആ ഗുഹയ്ക്കുള്ളിൽ ഒളിക്കാം. തിരിച്ചു വരൂ, തിരിച്ചു വരാൻ. അല്ല, നിങ്ങളൊക്കെ ആരാണ്? എന്തിനാ അവിടെ ഒളിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പക്ഷി റാണി വീണ്ടും ഈ സ്ഥലത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞങ്ങൾ അതിനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഒളിച്ചത്. ഗ്രാമത്തിലുള്ളവരെല്ലാവരും ഇവിടം വിട്ടു പോയി. അത് പക്ഷിറാണിയല്ല, ബോംബർ ബേർഡാണ്. അത് ആരും ഓപ്പറേറ്റ് ചെയ്ത് ബോംബിടിക്കുകയാണ്. ലഡു സിംഗ് സർ, നമുക്ക് രാത്രി പോയി ചെക്ക് ചെയ്യാം. ഈ മനുഷ്യരൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നും എങ്ങോട്ടാ തിരിച്ചു പോകുന്നതെന്നും. ബോസേ ബോസേ, ആ കുട്ടിയാണ് ഞങ്ങൾ എല്ലാവരെയും. അതെ, ഈ ചെറുക്കനായിരിക്കും നിന്നെ അടിച്ച് പരിപ്പിളക്കിയത്. മനസ്സിലായി? നാണമില്ലല്ലോടാ നിനക്ക് ഇതൊക്കെ പൊങ്ങച്ചം പിടിച്ച് പറയാനായിട്ട്. ലഡു സിംഗ് സാറേ, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത്. മിണ്ടാതെ പുറകെ വാ. ലഡു സിംഗ് സാറേ, ലഡു സിംഗ് സാറേ, ഓ ലഡു സിംഗ് സാറേ, എങ്ങോട്ട് പോയി? അല്ല ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? അവന്മാര് ശരിക്കിട്ടൊന്നും പെരുമാറി. അവന്മാര് പിടിച്ചെന്റെ വായ പൊത്തി എന്നെ പുറകെ കൊണ്ടുപോയി എന്നെ തല്ലി ചതച്ചു, മുട്ടുകാല് വെച്ച് കുത്തി. ആ പക്ഷി ബോംബ് ഇടുന്നതിന് മുൻപ്
നമുക്കിവിടുന്ന് പോയേ പറ്റൂ. ലഡു സിംഗ് സാർ നിൽക്കൂ, ഞാൻ സൈക്കിൾ എടുക്കാം. നിങ്ങൾ ഈ അവസ്ഥയില് നടന്നു പോകണ്ട. അത് കൊള്ളാം. അപ്പൊ സൈക്കിളിന്റെ ആവശ്യമില്ലേ? ശിവ, ലഡു സിംഗ് സാറ് പറഞ്ഞ അവിടെ എന്തൊക്കെയാ സംഭവിച്ചെന്ന്. മഹാമോശമായ ആൾക്കാരാ അത്. ആ ഒരുപാട് തല്ലി. പക്ഷെ അവര് നല്ല ആൾക്കാരാണ് കേട്ടോ. നല്ല മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നേ. ഈ ഊന്നുവടി അവരാണ് എനിക്ക് തന്നത്. ഗുഡ് പീപ്പിൾ. അതെന്തായാലും കൊള്ളാം. ഇത്രമാത്രം ഇടി കൊണ്ടിട്ട് അവരെ പുകഴ്ത്തി പറയുന്ന കണ്ടില്ലേ? ശരിക്കും നിങ്ങളാണ് നല്ല മനുഷ്യൻ. അവരെ എന്തിനാണ് അത്രയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം? അതെ, ആരോ വരുന്നുണ്ട്. ഒളിഞ്ഞിരിക്കാം. അല്ല, പെട്ടെന്ന് ജീപ്പ് കാണാതെയായല്ലോ. ചിലപ്പോ ഈ ജീപ്പിൽ വല്ലതും കാണും. അതെ, ഈ ജീപ്പ് കാലിയാണല്ലോ. ഇവിടെ ആരും കാണുന്നില്ല. ഇവിടെ ആരെയും കാണുന്നില്ല. അല്ല, ഇപ്പൊ ഇതിലുള്ളവർ എവിടെ നമുക്ക് പോയി? അവിടെ ചെന്ന് അന്വേഷിക്കാം. ശിവ, ദേ ഇത് കണ്ടോ? ഇവിടെ ഒരു ട്രാപ്പ് ഡോർ ഇട്ടിരിക്കുന്ന കണ്ടോ? ചിലപ്പോ ഇതൊരു വഴിയായിരിക്കാം. ഓ, ഇത് ഗോൾഡ് മൈൻ ആണ്. ഡയമണ്ട് ഇവിടെ നിന്ന് എടുക്കുന്നതാണ് അവരുടെ തൊഴില്. അതുകൊണ്ടാണ് ഇത്രയും സെക്യൂരിറ്റി ഉള്ളത്. കൊള്ളാം, ഡയമണ്ട് വളരെ നന്നായിട്ടുണ്ട്. എന്റെ സ്വപ്നം ഫലിക്കും. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കുറെ ഡയമണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. താമസിയാതെ പോയേ പറ്റൂ, അല്ലെങ്കിൽ ആ കുട്ടി പേര് പറഞ്ഞ് നാവർക്കില്ല. അതിനുമ്പ് വന്നിരിക്കുന്നു. കുട്ടികളെ ഇവിടുന്ന് പൊക്കോ. പോ കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ഓ, 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 ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഓ, ഇവരെ പിടിക്കാൻ ആരുമില്ലേ? ഇവരെ പിടിച്ച് കെട്ടിയിട്ടാ. ശിവയ്ക്ക് എന്താ പറ്റിയത്? താഴേക്ക് വീണല്ലോ. ശിവ, പോയിട്ട് വരട്ടെ ശിവ. ഇനി നീ ഒരിക്കലും എഴുന്നേക്കാൻ പോകുന്നില്ല. അതെ, ആരെങ്കിലും ഒന്ന് നിർത്തണേ. നിർത്താൻ. ഓ നോ, അതെ ആ പക്ഷിറാണി വരുന്നുണ്ട്. പക്ഷിറാണി അല്ല, ബോംബർ ബേഡാണ്. അത് വരുന്നുണ്ട്. ശിവ, ശിവ, ശിവ. ഇനി വാ, നിന്നെ ഞാൻ ശരിയാക്കാം. ആഹാ. ശിവ, ഇപ്പൊ നീ എണീച്ചെനിക്ക് പിന്നെ ഒരിക്കലും എണീക്കൂല. നിന്റെ കൂടെ പിന്നെ ഞങ്ങളും ഒരിക്കലും എണീക്കാൻ പോകുന്നില്ല. വേഗം കണ്ടു തുറക്ക് ശിവ. ഓ, എല്ലാവരും വേഗം പുറത്തേക്ക് ചാട്. രക്ഷിക്കണേ. ശിവ, നമ്മള് രക്ഷപ്പെട്ടു. താങ്ക് യു ഡിയർ ശിവ. എന്റെ അപ്പോ നീ പിന്നെ രക്ഷപ്പെട്ട് വന്നോടാ. എന്തായാലും നിങ്ങക്ക് എന്റെ കൈ കൊണ്ടായിരിക്കും മരണം. നിന്നെ വിടില്ല ചെറുക്ക. വാടാ. എന്റെ അപ്പോ. ഇനി നിങ്ങൾക്ക് ആ പൗഡർ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അങ്കിൾ. അതെ, ഈ പൗഡറിനകത്ത് എന്താണ് ഉള്ളത്? ശിവ ബോധം കെട്ട് വീണല്ലോ. ഐ, എന്തിനാ ലഡു സിംഗ് സാറേ ആ പൗഡർ എടുത്ത് മണക്കാൻ പോയത്? ഐ, ഐ. എന്റെ ശിവ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്റെ മുമ്പിൽ തോറ്റിരിക്കുന്നു.
ഞാനൊരു ഡയമണ്ട് ബിസിനസ് ചെയ്യുന്നവനാ, അല്ലാതെ നീ പറയുന്ന പോലെ ഫൈറ്റർ ഒന്നും അല്ല. ഇനി എന്നെ അടിക്കല്ലേ. ശിവ, താങ്ക് യു വെരി മച്ച്. നീ കാരണമാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം തിരിച്ചു കിട്ടിയത്. ഈ നന്ദി ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. താങ്ക് യു. വെൽക്കം അങ്കിൾ. മിസ്റ്റർ ഗ്രാനൈറ്റ്, നിന്നെ പിടിച്ചിടാൻ പോകുന്ന ജയിലുണ്ടല്ലോ, പക്ഷികൾ പക്ഷികളെ പോലെ തന്നെ ഉണ്ടാവും. ഇടയ്ക്ക് പക്ഷികളുടെ രൂപത്തിൽ ഒരു റോബോട്ടിക് ബേർഡ് വന്ന് ഠേ 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 എന്ന് ഇടയ്ക്കിടയ്ക്ക് ബോംബിട്ടിട്ട് നിന്നെ ഉറങ്ങാതെ അത് തന്നെ നോക്കിക്കോളും. Watch India's largest kids library only on Jio Hotstar. Download the app now.